അടുത്ത ദിവസം പുലർച്ചെ ബിയാൻ ജോലിക്കായി താഴേക്ക് ഇറങ്ങി വരുമ്പോൾ ഒരു വയ്യായിക ബിയാൻ ഉണ്ടായിരുന്നു. അവൻ ശക്തമായി ചുമച്ചിരുന്നു. താഴെയുണ്ടായിരുന്ന താരി ബിയാൻ ഓക്കെയാണോ എന്ന് അന്വേഷിച്ചു. അതേ എന്നൊക്കെ പറഞ്ഞ് താരിയെ കാര്യമായി മൈൻഡ് ചെയ്യാതെ ബിയാൻ ജോലിക്കായി പോയി. രാത്രി കുറച്ച് വൈകിയായിരുന്നു ബിയാൻ തിരികെ എത്തിയത്. ഏറെ അവശതയിലെത്തിയ ബിയാൻ ഹാളിൽ തന്നെ കുഴഞ്ഞു വീഴുകയാണ്. അതുകണ്ട് താരി ഓടിവന്ന് ബിയാനെ താങ്ങിപ്പിടിച്ചു. ബിയാന് ചുട്ടു പൊള്ളുന്നുണ്ടായിരുന്നു. ബിയാനെ താങ്ങിയെടുത്ത് താരി അവന്റെ മുറിയിലെത്തിച്ചു. ഒട്ടും പറ്റാത്ത അവസ്ഥയിലായിരുന്ന ബിയാനെ ആ രാത്രി മുഴുവൻ ഉണർന്നിരുന്ന് താരി പരിപാലിക്കുകയാണ്. പിറ്റേന്ന് പുലർച്ചെ പ്രഭാത നമസ്കാരത്തിന് താരി ബിയാനെ വിളിച്ചുണർത്തി. ബിയാൻ അല്പം മടിയൊക്കെ കാണിച്ചെങ്കിലും എല്ലാ ദിവസവും പ്രാർത്ഥിക്കേണ്ടതുണ്ട് എന്നൊക്കെ പറഞ്ഞ് ബിയാനെ താരി ഉപദേശിച്ചു. പനിയായതുകൊണ്ടാകണം താരി പറയുന്നത് അത്രയും ബിയാൻ കേൾക്കുന്നുമുണ്ടായിരുന്നു. അടുത്ത ദിവസം സിക്ക് ലീവ് ബിയാൻ പറഞ്ഞിരുന്നു. ബിയാന് കഴിക്കാനുള്ള ഭക്ഷണവുമായി താരി എത്തി. അല്പം കഴിച്ച ശേഷം ബിയാന് സ്വയം കോരി കഴിക്കാൻ തോന്നുന്നുണ്ടായിരുന്നില്ല. താൻ കോരിത്തരട്ടെ എന്ന് താരി ചോദിച്ചപ്പോ ബിയാൻ തലകുലുക്കി. താരിക്ക് എന്തെന്നില്ലാത്തൊരു സന്തോഷം തോന്നുന്നുണ്ടായിരുന്നു. താരി അവന് ഭക്ഷണം കോരിക്കൊടുത്തു. ശേഷം താരി കിച്ചണിലേക്ക് എത്തി. വീട്ടുവേലക്കാരി ഡാരിക്കൊപ്പം ഭക്ഷണം പാചകം ചെയ്യാനും മറ്റും ആരംഭിച്ചു. ആ സമയമാണ് കോളിംഗ് ബെൽ മുഴങ്ങിയത്. താര ചെന്ന് വാതിൽ തുറന്നു. പുറത്ത് ഒരു സ്ത്രീ നിൽക്കുന്നുണ്ട്. പേര് ചോദിച്ചപ്പോ വന്നിരിക്കുന്നത് സാറയാണ് എന്ന് ഞെട്ടലോടെ താരി മനസ്സിലാക്കി. ബിയാന് സുഖമില്ലെന്നറിഞ്ഞ് ബിയാനെ കാണുവാൻ ഒരു ബൊക്കെയുമൊക്കെയായിട്ട് എത്തിയതായിരുന്നു അവൾ. ബിയാനോട് ഞാൻ പറയാമെന്ന് പറഞ്ഞ് താരി അവിടെ നിന്ന് മാറി. അത്ര നേരത്തെ സന്തോഷം താരിയുടെ ഉള്ളിൽ വേദനയായി നിറയുകയായിരുന്നു. താരി അതോർത്ത് ഏറെ സങ്കടത്തോടെ കരഞ്ഞു. ശേഷം അവൾ ആ വീട് വിട്ടിറങ്ങിപ്പോയി. ഡാർമിയോട് ബിയാനടുക്കൽ സാറ വന്ന കാര്യം പറയാനും താരി ഏൽപ്പിച്ചിരുന്നു. ഡാർ ചെന്ന് പറഞ്ഞപ്പോൾ ബിയാൻ താഴേക്കിറങ്ങി വന്നു. വീട്ടിലേക്ക് വന്ന സാറയെ കണ്ട് ഒരു നിമിഷം ബിയാൻ ഞെട്ടിയിരുന്നു. സാറ ബിയാനെ വന്ന് കെട്ടിപ്പിടിച്ചു. സാറയ്ക്കുള്ള ഡ്രിങ്കുമായി വന്ന ഡാറി അത് കണ്ട് ഒരു നിമിഷം ഞെട്ടിത്തെറിച്ച് കയ്യിലുള്ള പാത്രം വരെ താഴെയിട്ടുടച്ചിരുന്നു. നീ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നത് എന്നൊക്കെ ബിയാൻ അവളോട് ചോദിച്ചു. അത് നിനക്ക് സുഖമില്ല, ജോലിക്ക് പോയില്ലെന്നൊക്കെ അറിഞ്ഞപ്പോ അതാ വന്നത്. ഇപ്പോ എങ്ങനുണ്ട് എന്നൊക്കെ സാറ് ചോദിക്കാൻ തുടങ്ങി. ഡാറി എപ്പോഴേക്കും ഒരു ഗ്ലാസ് വെള്ളവുമായി എത്തിയിരുന്നു. വെള്ളം കൊടുത്ത് ദേഷ്യത്തോടെ ഡാറി പോയി. ആ ഒരു നിമിഷം പണ്ട് സാറയെ പ്രപ്പോസ് ചെയ്ത കാര്യം ബിയാന്റെ ഉള്ളിലേക്ക് ഓടി വന്നു. അവർ പ്രണയത്തിലായിരുന്ന സമയത്ത് അക്വേറിയം കാണുവാൻ വേണ്ടി പോയിരുന്നു. അന്ന് വലിയൊരു അക്വേറിയത്തിന് മുമ്പിൽ സാറയെ ഇരുത്തിയ ശേഷം ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് ബിയാൻ അവിടെ നിന്ന് മാറി. പിന്നെ നോക്കുമ്പോൾ സാറ കണ്ടത് അക്വേറിയത്തിനകത്ത് പ്രത്യേക സ്യൂട്ടൊക്കെ ധരിച്ച് ഒരാൾ ചാടിയതും അയാളുടെ കയ്യിൽ ഒരു പ്ലക്കാർഡ് ഉള്ളതുമായിരുന്നു. ആ പ്ലക്കാർഡ് സാറ വായിച്ചു. വിൽ യു മാരി സാറ എന്ന തരത്തിൽ ബിയാൻ എഴുതിയ പ്ലക്കാർഡായിരുന്നു അത്. ബിയാനാണ് അക്വേറിയത്തിനകത്തുള്ളത് എന്ന് സാറ തിരിച്ചറിഞ്ഞു. ആ പ്രപ്പോസലിൽ സാറ വല്ലാതെ സന്തുഷ്ടയായിരുന്നു. അവിടുള്ള എല്ലാവരും തന്നെ സാറയോട് യെസ് പറ എന്ന് അലറുന്നുണ്ടായിരുന്നു. അന്ന് രാത്രി വൈകിയും വീട്ടിലേക്ക് താരി മടങ്ങിയെത്തിയിരുന്നില്ല. ബിയാൻ അല്പം അസ്വസ്ഥനാവാതിരുന്നില്ല. താരിയെ പലവരും അവൻ ഫോണിൽ വിളിച്ചെങ്കിലും കോൾ കണക്ട് ചെയ്ത് കിട്ടുന്നുണ്ടായിരുന്നില്ല. കുറെ സമയം പിന്നിട്ടപ്പോൾ താരി വീട്ടിലേക്ക് വന്നു. വീടിനകത്തേക്ക് അവൾ കയറിയതും വീട്ടിലെ ലൈറ്റ് ഓൺ ആയി. ബിയാൻ ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. ഇത്ര നേരം നീ എവിടായിരുന്നു, ഫോൺ വിളിച്ച എടുത്തുകൂടെ എന്നൊക്കെ ചോദിച്ച് ബിയാൻ താരിയോട് ദേഷ്യപ്പെടാൻ തുടങ്ങി. നമ്മുടെ എഗ്രിമെന്റിൽ എന്താ ഉള്ളതെന്ന് നിങ്ങൾക്കറിയാൻ പാടില്ലേ? എനിക്ക് ഇഷ്ടമുള്ളതൊക്കെ എനിക്ക് ചെയ്യാം, നിങ്ങളുടെ പെർമിഷനൊന്നും ആവശ്യമില്ല, താരി ദേഷ്യത്തോടെ പറഞ്ഞു. നിന്റെ ഫോൺ ഓഫ് ആണല്ലോ, അത് നിങ്ങളെ ബാധിക്കുന്ന കാര്യമേ അല്ലല്ലോ, ഞാൻ ടയേർഡാണ് എന്ന് പറഞ്ഞ് താരി പോവാൻ തുടങ്ങിയപ്പോ ബിയാൻ വട്ടം നിന്ന് നിന്നു. നിങ്ങൾക്ക് എന്താണ് ബിയാൻ, ഇന്നത്തെ ദിവസം മുഴുവൻ നിങ്ങൾ ആ പെണ്ണിന്റെ കൂടെയായിരുന്നില്ലേ? എന്റെ ഒരു കോവർക്കർ പറഞ്ഞറിഞ്ഞ അവൾ ഇവിടെ വന്ന്, അല്ലാതെ ഞാൻ വിളിച്ചു വരുത്തിയതൊന്നുമല്ല. അതൊക്കെ ഞാൻ അറിയുന്നത് എന്തിനാ? ഞാൻ നിങ്ങളുടെ ഡമ്മി ഭാര്യ മാത്രമല്ലേ? നിന്നെ അത് വേദനിപ്പിച്ചെങ്കിൽ സോറി. ഞാൻ അവളോട് ഇനി ഇങ്ങോട്ട് വരരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തിന് ബിയാൻ നിങ്ങൾ അവളെ തടയുന്നത്? ഞാൻ എന്തിനു തടയണം? കുറഞ്ഞത് ഞാൻ ഇവിടെ ഉള്ളപ്പോഴെങ്കിലും അതൊന്നും പാടില്ല. ദേഷ്യത്തിലും സങ്കടത്തിലും താരി തന്റെ മുറിയിലേക്ക് പോയി. ബിയാനും താൻ ചെയ്തതൊരു തെറ്റായി പോയല്ലോ എന്ന തോന്നൽ വന്നിരുന്നു. ബിയാന്റെ ഉള്ളിലേക്ക് പഴയകാല ഓർമ്മകൾ ഓടി വന്നു. സാറ വിവാഹത്തിന് സമ്മതിച്ച ശേഷം ഉമ്മയെ കാണിക്കുവാൻ വേണ്ടി ബിയാൻ സാറയെ വീട്ടിലേക്ക് കൊണ്ടുവന്നിരുന്നു. പക്ഷേ ഉമ്മയ്ക്ക് സാറയെ തീരെ ഇഷ്ടമായില്ല. പിന്നീട് ബിയാന്റെ വാപ്പയും ഉമ്മയും ബിയാനുമായി സംസാരിച്ചു. അവനു വേണ്ടി തനിക്ക് വേറെ പ്ലാനുകൾ ഉണ്ടെന്നും അവനേതാ ബെസ്റ്റ് എന്ന് തനിക്കറിയാം എന്നും ഉമ്മ അവനോട് പറഞ്ഞു. പക്ഷെ തനിക്ക് സാറെ ഇഷ്ടമാണെന്നും ഉമ്മയുടെ ഇഷ്ടത്തിന് തനിക്ക് വിവാഹം കഴിക്കാൻ പറ്റില്ല എന്നുമായിരുന്നു ബിയാൻ തറപ്പിച്ചു പറഞ്ഞത്. അന്ന് തന്നെ വീട് വിട്ട് അവൻ ഇറങ്ങുകയും ചെയ്തു. പിന്നീടായിരുന്നു ബിയാന്റെ ഉമ്മ ക്യാൻസർ ബാധിതയാകുന്നത്. ആദ്യഘട്ടങ്ങളിൽ കീമോയും മറ്റുമായി ജീവിക്കുമ്പോൾ ഉമ്മയെ കാണുവാൻ ബിയാൻ എത്തിയിരുന്നു. അന്നൊരിക്കൽ കീമോ കഴിഞ്ഞിരിക്കുന്ന ഉമ്മയോട് ഉമ്മ മികച്ചൊരു പോരാളിയാണ്, ഇതിനെയും അതിജീവിക്കും എന്ന് പറഞ്ഞ ബിയാൻ സുഖപ്പെട്ട് ഉമ്മ വന്നു കഴിയുമ്പോ ഉമ്മ പറയുന്നത് എന്തും ഞാൻ ഉമ്മക്ക് ചെയ്തു തരാം എന്നൊരു വാക്ക് പറയുന്നുണ്ട്. അന്ന് ഉമ്മ ചോദിച്ചു, ഞാൻ പറയുന്നത് എന്തും നീ ചെയ്തു തരുമോ? അതേയെന്ന് ബിയാൻ തലകുലുക്കി.
അങ്ങനാണേൽ താരിയെ നീ വിവാഹം ചെയ്താൽ ഞാൻ ഒരുപാട് സന്തുഷ്ടിയായിരിക്കും. നീ അത് ചെയ്യുമോ? ബിയാന്റെ ഉമ്മ ചോദിച്ചപ്പോ ആ ഒരു അവസ്ഥയിൽ നോ പറയാൻ പറ്റാതെ ബിയാൻ തലകുലുക്കി. പിറ്റേന്ന് പുലർച്ചെ താരി കുക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോ പതിവില്ലാതെ ബിയാൻ അടുക്കളയിലേക്ക് വന്നു. താരിയോട് സ്നേഹത്തോട് സംസാരിച്ചു നിൽക്കാൻ തുടങ്ങി. താരി ഉണ്ടാക്കിയ ഭക്ഷണം രുചിച്ചു നോക്കി നല്ലതാണെന്ന് അഭിപ്രായപ്പെടുകയും ഭക്ഷണത്തിൽ ഒരു പങ്ക് താരിക്ക് കോരിക്കൊടുക്കുകയും ഒക്കെ ചെയ്തു. പിന്നാലെ തലേദിവസം സാറ് വന്നതിന് വീണ്ടും അവൻ ഒരിക്കൽ കൂടി താരിയോട് ക്ഷമ ചോദിച്ചു. ഇനി അവളത് ആവർത്തിക്കില്ല എന്നും പറഞ്ഞു. താരിയൊന്നും മിണ്ടുന്നുണ്ടായിരുന്നില്ല. ഇപ്പോഴും ദേഷ്യമാണോ? ബിയാൻ ചോദിച്ചു. ഞാനെന്തിന് ദേഷ്യപ്പെടണം ബിയാൻ? ഞാൻ നിന്റെ ഡമ്മി ഭാര്യ മാത്രമല്ലേ എന്നായിരുന്നു താരി ചോദിച്ചത്. നീ എന്തിനാ എപ്പോഴും ഈ തലയെ തട്ടനിട്ട വീട്ടിൽ നിൽക്കുന്നേ? ഞാൻ നിന്റെ ഭർത്താവല്ലേ? ഞാൻ മാത്രമല്ലേ ഇവിടെ ഉള്ളൂ? ഇങ്ങനെ ഇടുമ്പോ നിനക്ക് ചൂടെടുക്കില്ലേ എന്ന് ബിയാൻ ചോദിച്ചു. വീട്ടിലുള്ളപ്പോ തട്ടമിടാതെ നിന്നെന്ന് വെച്ച് കുഴപ്പമൊന്നുമില്ലല്ലോ എന്നും ബിയാൻ ചോദിച്ചെങ്കിലും താരി മറുപടി പറഞ്ഞില്ല. ശേഷം നമുക്ക് ലഞ്ച് കഴിക്കാൻ പോയാലോ എന്ന് ബിയാൻ തിരക്കി. ശരിക്കുമാണോ? താരി ചോദിച്ചു. അതെ എന്ന് ബിയാൻ പറഞ്ഞതും താരിക്കും സന്തോഷം തോന്നി. ഗ്രോസറി ഷോപ്പിങ്ങിനും പോകാം എന്നും അവൾ പറഞ്ഞു. അങ്ങനെ അവരൊന്നിച്ച് ഗ്രോസറി ഷോപ്പിങ്ങിന് പോയി. ഒരുപാട് സംസാരിച്ചു. സന്തോഷം വീണ്ടും അവർക്കിടയിലേക്ക് വന്നിറങ്ങുകയായിരുന്നു. ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് അവർ വീട്ടിൽ തിരിച്ചെത്തിയപ്പോ താൻ വേഗം ഫുഡുണ്ടാക്കാം എന്ന് താരി പറഞ്ഞു. ആ സമയം ബിയാൻ ഒരു കോൾ വരുന്നുണ്ട്. അത് സാറയായിരുന്നു. കോൾ എടുക്കാൻ മടിച്ച് ബിയാൻ ഇരുന്നു. താരി എന്താ കോൾ എടുക്കാത്തെന്ന് ചോദിച്ചപ്പോ അതത്ര ഇമ്പോർട്ടന്റ് ഒന്നുമല്ല, ഞാൻ പിന്നെ വിളിച്ചോളാം എന്ന് പറഞ്ഞ് ബിയാൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പോന്നു. സാറയായിരിക്കും അത് എന്ന് താരിക്ക് മനസ്സിലായി കഴിഞ്ഞിരുന്നു. പിറ്റേന്ന് പുലർച്ചെ താരി ഒരു ബിസിനസ് സെമിനാറിനു വേണ്ടി അല്പം ദൂരെ ഒരിടത്തേക്ക് പോവാനിറങ്ങുകയാണ്. ബിയാൻ പിന്നാലെ ഓടി വന്നു. ഇന്നൊരു ഫാമിലി മീറ്റിംഗ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിരുന്നില്ലേ, നീ എവിടെയാ പോകുന്നേ എന്ന് ചോദിച്ചു. എന്നോട് പറഞ്ഞിട്ടില്ലല്ലോ. ഇന്ന് റീറ്റെയിലേഴ്സിന്റെ ഒരു സെമിനാർ എനിക്കുണ്ട്, നിർബന്ധമായും പോയേ പറ്റൂ എന്നായി താരി. അത് പറ്റില്ല, ഭർത്താവിന്റെ പെർമിഷൻ ഇല്ലാതെ അങ്ങനെ പോയാൽ എങ്ങനെ ശരിയാകും? ഇസ്ലാമിൽ അത് തെറ്റല്ലേ എന്നൊക്കെ ബിയാൻ ചോദിച്ചു. താരി തിരികെ ചോദിച്ചു. ഓഹോ, ഇപ്പോ നിങ്ങൾ ഇസ്ലാമിക കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാൻ തുടങ്ങിയോ? ഒറ്റയ്ക്ക് ഫാമിലി ഫംഗ്ഷന് പോയ നമ്മുടെ വിവാഹം ഡമ്മിയാണെന്ന് അവരറിയുമല്ലേ? അതുകൊണ്ടല്ലേ ഇപ്പൊ ഈ ഇസ്ലാമിക കാര്യങ്ങളൊക്കെ, അല്ലാതെ വേറൊന്നും കൊണ്ടല്ലല്ലോ. എനിക്ക് പോയേ പറ്റൂ താരി പറഞ്ഞ് പോവാൻ തയ്യാറെടുത്തു. ഫംഗ്ഷൻ ഉണ്ടായിരുന്നേ, എന്നോട് നേരത്തെ പറയണം എന്നും അവൾ കൂട്ടിച്ചേർത്തിരുന്നു. പിന്നാലെ താരി പോയി. എന്ത് ചെയ്യുമെന്നറിയാതെ ബിയാൻ ഒരു നിമിഷം കൺഫ്യൂസ്ഡ് ആയിരുന്നു. അമ്മയ്ക്കൊപ്പമായിരുന്നു തന്റെ കാറിൽ താരി യാത്ര ചെയ്തത്. ഒരുപാട് വട്ടം അതേ കാറിൽ അവൾ അതേയിടത്ത് സെമിനാറിന് പോയിട്ടുള്ളതുമാണ്. പക്ഷേ അത്തവണ പോയപ്പോ പല തടസ്സങ്ങളും നേരിടാൻ തുടങ്ങി. ആദ്യത്തെ കാര്യം, ടോൾ പാസ് അവൾ മറന്നിരുന്നു. ഒരു തരത്തിൽ അത് മാനേജ് ചെയ്ത് അവിടം വിട്ട് മുമ്പോട്ട് പോയപ്പോ വണ്ടിയുടെ ടയർ പഞ്ചറായി. അതോടെ ഭർത്താവിന്റെ അനുവാദമില്ലാതെ താൻ പോന്നതുകൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത് എന്ന് താരിക്ക് തോന്നാൻ തുടങ്ങിയിരുന്നു. വിശ്വാസിയായ അമിയും കൂടി താരിയെ എതിർത്ത് പറഞ്ഞതോടെ താരിയാകെ കൺഫ്യൂസ്ഡ് ആയി. ബിയാനെ വിളിക്കുന്ന അമി പറഞ്ഞെങ്കിലും താരി അല്പം മടിച്ചു നിന്നിരുന്നു. വൈകുന്നേരം ഫാമിലി ഫംഗ്ഷന് ബിയാൻ എത്തിച്ചേരുകയാണ്. ഏവരും താരി എവിടെ എന്ന് അന്വേഷിക്കുന്നുണ്ടായിരുന്നു. പുറകെ വരും എന്ന് ബിയാൻ പറഞ്ഞു. അൽദി ബിയാന്റെ അടുത്ത് വന്ന് ബിയാനോട് സംസാരിക്കാൻ തുടങ്ങി. താരി ബാൻഡുങ്ങിൽ പോയല്ലേ? അൽദി ചോദിച്ചു. നിനക്കെങ്ങനെ അറിയാം എന്നായിരുന്നു ബിയാന്റെ മറുചോദ്യം. ഞാൻ അവളുടെ സെമിനാർ അറ്റൻഡ് ചെയ്യാറുള്ളതാണ്, അതുകൊണ്ട് എനിക്കറിയാം. താരി അടിപൊളിയാ, അവളെപ്പറ്റി ഓർത്ത് നീ അഭിമാനിക്കണം. പിന്നെ സാറയുടെ കാര്യമോ? എന്തേ പ്രത്യേകിച്ച് ചോദിക്കാൻ? നിങ്ങൾ തമ്മിൽ എപ്പോഴും കണക്ഷൻ ഉണ്ടോ? ബിയാനൊന്നും പറയുന്നുണ്ടായിരുന്നില്ല. അൽദിക്ക് കാര്യം മനസ്സിലായി. താരിയെ സംബന്ധിച്ച് അത് വലിയ വേദനിപ്പിക്കുന്ന കാര്യമായിരിക്കുമല്ലോ എന്ന് അൽദി പറഞ്ഞു. നീ എന്തിനാ അതൊക്കെ അന്വേഷിക്കുന്നേ എന്ന് പറഞ്ഞ് ബിയാൻ അല്പം ക്ഷുഭിതനാവാൻ തുടങ്ങിയപ്പോ അൽദി അവനെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു. അപ്പോഴേക്കും ബിയാന്റെ പാരന്റ്സ് അവന്റെ അടുത്തേക്ക് എത്തിയിരുന്നു. താരി എവിടെയെന്ന് അവരന്വേഷിച്ചു. ഈ സമയം ബിയാന്റെ സഹോദരി കിനാനാണെങ്കിൽ ഭാര്യയും ഭർത്താവും ഒരു ഫംഗ്ഷന് രണ്ട് സമയത്ത് വന്നാൽ അതവർ തമ്മിൽ എന്തോ പ്രശ്നമുള്ളതിന്റെ ലക്ഷണമാണ് എന്നൊക്കെ പറയാനും തുടങ്ങിയിരുന്നു. ബിയാൻ പ്രതിസന്ധിയിലായിക്കൊണ്ടിരുന്ന കൃത്യം ആ സമയം താരി അങ്ങോട്ടേക്ക് വന്നെത്തി. അവർക്കായി കയ്യിൽ ഗിഫ്റ്റ് മുക്കിയായിട്ടായിരുന്നു താരിയുടെ വരവ്. താരി വന്നതോടെ ചോദ്യങ്ങൾ നിന്നു. ബാക്കിയുള്ളവർ അവിടെ നിന്ന് പിരിഞ്ഞു പോയപ്പോ ബിയാൻ താരിയോട്, നീ എങ്ങനെ ഇപ്പോ ഇവിടെ വന്നു? ബാന്തുങ്ങിൽ പോയില്ലേ എന്ന് ചോദിച്ചു. എന്റെ ഭർത്താവിന്റെ പെർമിഷൻ ഇല്ലാതെ പോവാൻ പറ്റില്ലല്ലോ എന്നായിരുന്നു ചിരിയോടെ അവളുടെ മറുപടി. അന്നത്തെ ദിവസം നല്ല രീതിയിൽ കടന്നുപോയി. പിറ്റേന്നും താരി ബിയാന്റെ വീട്ടിൽ തന്നെയായിരുന്നു. ബിയാന്റെ ഉമ്മ താരിയെ വിളിച്ച് തന്റെ മുറിയിലേക്ക് കൊണ്ടുപോയി. കുറെ നാളുകളായി നിനക്ക് തരണമെന്ന് വിചാരിക്കുന്നതാണ്, നിന്നെ കണ്ടുകിട്ടാത്തത് കൊണ്ടാ എന്ന് പറഞ്ഞ് അവൾക്കായി താൻ വാങ്ങിവെച്ചിരുന്ന ഗിഫ്റ്റ് ബിയാന്റെ ഉമ്മ താരിക്ക് കൊടുത്തു. താരി ആ ഗിഫ്റ്റ് ബോക്സ് തുറന്നു നോക്കി. സ്വർണ്ണാഭരണങ്ങളുള്ള നല്ലൊരു ഗിഫ്റ്റ് ആയിരുന്നു
വധ. ഇത് സ്വീകരിക്കാൻ താൻ യോഗ്യയാണോ എന്ന സംശയമുണ്ട് എന്ന് താരി പറഞ്ഞപ്പോ ഇത് നമ്മുടെ പരമ്പരാഗതമായ ഒരു ആചാരമാണ്. ഈ ഗിഫ്റ്റ് നീ വേണ്ടെന്ന് പറഞ്ഞാൽ അതിനർത്ഥം നീ എന്നെ സ്നേഹിക്കുന്നില്ലെന്ന എന്നായിരുന്നു ബിയാന്റെ ഉമ്മയുടെ മറുപടി. ശേഷം ബിയാനെ അവൾ വിവാഹം കഴിച്ചതിന് അവർ അവളോട് നന്ദി പറഞ്ഞു. ബിയാൻ അവളെ നന്നായി നോക്കുന്നില്ലേ എന്ന് അന്വേഷിക്കുകയും ചെയ്തു. എനിക്കും എന്റെ ഭർത്താവിനും നിന്റെ പാരന്റ്സിനോട് വലിയ കടപ്പാടുണ്ടെന്നും അന്നവർ വലിയ മനസ്സ് കാണിച്ച് ഞങ്ങളെ സഹായിച്ചില്ലായിരുന്നെങ്കിൽ ഇപ്പോ ഞങ്ങളുടെ അവസ്ഥ എന്താകുമെന്ന് ഞങ്ങൾക്ക് പോലും അറിവില്ലെന്നും ഉമ്മ താരിയോട് പറയുന്നുണ്ടായിരുന്നു. ഉമ്മയെ വേദനിപ്പിക്കാൻ താരിക്ക് ഇഷ്ടമുണ്ടായിരുന്നില്ല. ബിയാൻ തന്നെ നന്നായി നോക്കുന്നുണ്ട് എന്ന് പറഞ്ഞ താരി ഞാനിത് സന്തോഷത്തോടെ അണിഞ്ഞോളാം ഉമ്മ എന്ന് പറഞ്ഞ് ആ ഗിഫ്റ്റ് സ്വീകരിച്ചു. പിറ്റേന്ന് അമ്മയും താരിയും ഷോപ്പിങ്ങിന് പോയിരുന്നു. ഉമ്മ ഗിഫ്റ്റ് തന്ന കാര്യവും താനത് സ്വീകരിച്ചു കഴിഞ്ഞ് ഇനി ഞങ്ങൾ സെപ്പറേറ്റഡ് ആയി കഴിയുമ്പോ അതൊക്കെ വലിയ പ്രശ്നമാകുമോ ബാധ്യതയാകുമോ എന്നൊക്കെ താരി അമ്മയോട് ചോദിച്ചു. ബിയാൻ അവളോട് ചെയ്യുന്നത് തെറ്റാണല്ലോ, നീ ഇതിനെ പറ്റിയൊന്നും ആലോചിച്ച് ഒരുപാട് തലപോയിക്കണ്ട എന്നൊക്കെയായിരുന്നു അമ്മി അവളെ ഉപദേശിച്ചത്. അവരിരുവരും മാളിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോ എതിരിൽ ബിയാനും സാറയും കയറി വരുന്നുണ്ടായിരുന്നു. ബിയാന്റെ കയ്യിൽ സാറ ചുറ്റിപ്പിടിച്ചിരുന്നു. അത് കണ്ടതും താരി വല്ലാതെ അസ്വസ്ഥയായി. ബിയാനും ഒന്ന് ഷോക്കായി പോയിരുന്നു. പിന്നാലെ താരി അമ്മിയെയും കൂട്ടി അവിടെ നിന്ന് പോന്നു. പിറ്റേന്ന് പുലർച്ചെ അതിന് ക്ഷമ ചോദിക്കാനൊക്കെ ബിയാൻ ശ്രമിച്ചെങ്കിലും സംസാരിക്കാൻ പോലും താരി അനുവദിച്ചില്ല. നീ ജോലിക്ക് പോവാൻ വൈകും, നിങ്ങൾ പൊക്കോളൂ എന്ന് പറഞ്ഞ് ബിയാനെ താരി പറഞ്ഞയച്ചു. അന്ന് രാത്രി വൈകിയും ജോലിയുണ്ടായിരുന്നു. ഏറെ വൈകിയായിരുന്നു ബിയാൻ വീട്ടിലേക്കെത്തിയത്. ബിയാന്റെ ഫോൺ ഓഫായി പോവുകയും ചെയ്തിരുന്നു. ബിയാനെ കാണാതെ അത്രയും നേരം വീട്ടിൽ താരിയേറെ അസ്വസ്ഥയായിരിക്കുകയായിരുന്നു. ബിയാൻ വീട്ടിലെത്തി ബിയാനെ കണ്ടതും താരി പെട്ടെന്ന് കരയാൻ ആരംഭിച്ചു. എന്താ പറ്റിയത് എന്ന് ബിയാൻ തിരക്കി. ബിയാൻ വീട്ടിലേക്ക് വരാൻ വൈകിയപ്പോ ഞാനാകെ പേടിച്ചുപോയി. എന്ത് ചെയ്യണമെന്നറിയില്ല, വിളിച്ചിട്ട് കിട്ടുന്നുമുണ്ടായിരുന്നില്ല. എന്റെ വാപ്പയും ഉമ്മയും മരിച്ച പോലെ എനിക്ക് പെട്ടെന്ന് അതുപോലത്തെ തോന്നലൊക്കെ വന്നു. കരഞ്ഞുകൊണ്ട് തന്നെ പറ്റി ആവലാതിപ്പെടുന്ന താരിയെ കണ്ടതും ബിയാനും ദുഃഖം തോന്നിയിരുന്നു. എന്നിരുന്നാലും ബിയാൻ താരിയെ ആശ്വസിപ്പിച്ചു. പിറ്റേന്ന് ബിയാൻ പുലർച്ചെ ഓഫീസിൽ പോവാൻ ഇറങ്ങി വരുമ്പോൾ താരിയെ കണ്ട് അതിശയിച്ചിരുന്നു. താരി എന്ന വീട്ടിൽ തട്ടമിട്ടിരുന്നില്ല. അതിനെപ്പറ്റി ചോദിച്ചപ്പോ എന്താ കൊള്ളില്ലേ എന്ന് താരി തിരക്കി. നീ കാണാൻ വളരെ സുന്ദരിയാണ് എന്ന് ബിയാൻ പറഞ്ഞത് താരിയെ സന്തോഷിപ്പിച്ചിരുന്നു. പിന്നാലെ തന്റെ കോമ്പൻസേഷന്റെ കാര്യം ബിയാനോട് താരി തിരക്കി. എന്തു കോമ്പൻസേഷൻ എന്ന തരത്തിൽ ബിയാൻ ചോദിച്ചതും സാറയെ പബ്ലിക് ഇടത്തിൽ വെച്ച് കാണില്ലെന്ന് പറഞ്ഞിട്ട് കണ്ടില്ലേ, അതിന്റെ കോമ്പൻസേഷൻ എന്നവൾ പറഞ്ഞു. ഓക്കെ പറഞ്ഞ ബിയാൻ എന്താ വേണ്ടതെന്ന് ചോദിച്ചപ്പോ ഈ സൺഡേ തന്നെ പുറത്തു കൊണ്ടുപോകണം, അക്വേറിയം കാണാൻ കൊണ്ടുപോകണം എന്നായിരുന്നു താരി പറഞ്ഞത്. ബിയാനും ചിരിയോടെ അതിന് സമ്മതിച്ചു. താരിക്കും വലിയ സന്തോഷം തോന്നി. അങ്ങനെ സൺഡേ അവരൊന്ന് അക്വേറിയം കാണുവാൻ പോയി. താരി അത്രമേൽ സന്തോഷത്തിൽ കൗതുകത്തിൽ ഓരോന്നും നോക്കിക്കാണുന്നുണ്ടായിരുന്നു. കൊച്ചുകുട്ടിയെപ്പോലുള്ള താരിയുടെ സന്തോഷവും മറ്റും കാണുമ്പോഴും തന്റെ കൂടെ താരി അത്ര സന്തുഷ്ടിയായി നടക്കുമ്പോഴുമൊക്കെ ബിയാന്റെ ഉള്ളിൽ ഒരു കുറ്റബോധം അനുഭവപ്പെട്ടു. ഒരു അക്വേറിയത്തിന് മുമ്പിൽ നിൽക്കുമ്പോ നിന്നോടൊരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ എന്ന തരത്തിൽ ബിയാൻ സംസാരിച്ചു തുടങ്ങി. സന്തോഷത്തിലായിരുന്ന താരി പറഞ്ഞോളൂ എന്ന് പറഞ്ഞതും സാറയെപ്പറ്റി എല്ലാ കാര്യങ്ങളും ബിയാൻ പറയാൻ തുടങ്ങുകയാണ്. താരിയുടെ മുഖം മാറിയിരുന്നു. എന്നിരുന്നാലും കോളേജ് തൊട്ടേ താരയെ കണ്ടതും പ്രണയിച്ചതും പ്രപ്പോസ് ചെയ്തതും ഉമ്മയുടെ അടുത്ത് കൊണ്ടുവന്നപ്പോ ഉമ്മ പറ്റില്ലെന്ന് പറഞ്ഞതും പിന്നീട് ക്യാൻസറിന്റെ സമയത്ത് താരിയുമായുള്ള വിവാഹത്തിന് അവന് സമ്മതിക്കേണ്ടി വന്നതും സാറയോട് ഒരു കൊല്ലം കഴിഞ്ഞ് സെപ്പറേറ്റ് ആയി താൻ വരുമെന്ന് പറഞ്ഞപ്പോ ആദ്യം സാറ എതിർത്തതും പിന്നീട് അവൾ സമ്മതിച്ചതും അടക്കം ബിയാൻ താരിയോട് പറഞ്ഞു. എനിക്ക് വേണ്ടി അവളുടെ വിശ്വാസ പ്രമാണങ്ങളൊക്കെയും സാറ നഷ്ടപ്പെടുത്തിയവളാണ്. അവളെ കൈയൊഴിയാൻ എനിക്ക് സാധിക്കില്ല താരി. ബിയാന്റെ വാക്കുകളിൽ ആ നിസ്സഹായാവസ്ഥ ഉണ്ടായിരുന്നു. താരി ഒന്നും പറഞ്ഞില്ല. നിറകണ്ണുകളോടെ ബിയാനെ നോക്കി. പിറ്റേന്ന് താരിക്കൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. അവളൊരു റെസ്റ്റോറന്റിലെത്തി ഭക്ഷണം ഓർഡർ ചെയ്യാനിരിക്കുമ്പോൾ അവൾക്കെതിരെ സാറ വന്നിരുന്നു. സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞു. സാറയെ കണ്ടതും താരി അസ്വസ്ഥയായിരുന്നു. നമുക്കൊന്നും സംസാരിക്കാനില്ല എന്ന് താരി കണിപ്പിച്ചു പറഞ്ഞു. ഇത് ഇമ്പോർട്ടന്റ് ആണ് താരി എന്നായിരുന്നു സാറ പറഞ്ഞത്. ആ ദൃശ്യത്തോടെ 3ാം എപ്പിസോഡ് അവസാനിക്കുകയാണ്. തുടർന്ന് കാണുവാൻ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കഴിയുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുക. അടുത്ത എപ്പിസോഡുമായി ഉടൻ കണ്ടുമുട്ടാം. അതുവരെ ബൈ.